Hi friends, welcome back to the world of English. English നല്ല രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആക്സെന്റയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും റെഗുലർ ആയിട്ട് വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? വാച്ച് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ മറക്കരുത്. കണ്ടാൽ മാത്രം പോരാ, എഴുതി വെച്ചാൽ മാത്രം പോരാ, സംസാരിച്ചും പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അനുവാദം ചോദിക്കുന്നതിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അനുവാദങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ? ഞാൻ ഈ പേന എടുത്തോട്ടെ, ഞാനിവിടെ ഇരുന്നോട്ടെ, ഞാൻ അവിടെ പോയിക്കോട്ടെ, ഞാനിത് ചെയ്തോട്ടെ, അല്ല ഇങ്ങനെ പല രീതിയിലും പല ആളുകളുടെ അടുത്ത് നമ്മൾ അനുവാദം ചോദിക്കാറുണ്ട്. എന്നാൽ അനുവാദം ചോദിക്കുക മാത്രമല്ല, നമ്മൾ അനുവാദം കൊടുക്കാറുമുണ്ട് അല്ലേ? പേന എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നോർമലി എന്താ ചെയ്യുന്നത്? അങ്ങനെയല്ല, അതിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയുണ്ട്. ഹൗ ഡു വി റെസ്പോണ്ട് ഇൻ ഇംഗ്ലീഷ്? അത് യെസ് ആവാം, നോ ആവാം. ഇപ്പം നോ പറയുന്നതും ഏറ്റവും മര്യാദയോടുകൂടി വേണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഏറ്റവും മര്യാദയോടുകൂടി വേണം നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ മറ്റൊരാളുമായിട്ട് ഏർപ്പെടാൻ. അപ്പോൾ അനുവാദം നമ്മൾ ചോദിക്കുന്നു, അനുവാദം കൊടുക്കുന്നു, അല്ലെങ്കിൽ അനുവാദം കൊടുക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് പല സാഹചര്യങ്ങളിലും ഇംഗ്ലീഷ് പറയാൻ സാധിക്കുക എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? ലെറ്റ്സ് മൂവ് ഓൺ. അനുവാദം ചോദിക്കുമ്പോൾ നമുക്ക് പല എക്സ്പ്രഷൻസ് ഉണ്ട് കേട്ടോ ഇംഗ്ലീഷിൽ. പല രീതിയിൽ നമുക്ക് അനുവാദം ചോദിക്കാം. അതിന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 3-4 രീതികൾ ഞാനൊന്ന് പറഞ്ഞു തരാം. 2-3 എക്സ്പ്രഷൻസ് അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ഏറ്റവും ഫോർമൽ ആയിട്ടുള്ള രീതിയാണ് മേ ഐ എന്ന് പറയുന്ന ഒരു സാധനം. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ സ്കൂളിലൊക്കെ ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എക്സ്പ്രഷനാണ് മേ കം ഇൻ, അല്ലെങ്കിൽ മേ ഐ ഗോ ടു ദ ടോയ്ലറ്റ് അല്ലേ? ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്. കാരണം അതൊരു ഫോർമൽ സിറ്റുവേഷനാണ്. നമ്മുടെ അധ്യാപകനോട് അല്ലെങ്കിൽ അധ്യാപികയോടാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫോർമൽ ഫോമാറ്റിൽ വേണം നമ്മൾ ചോദിക്കാൻ, ശരിയല്ലേ? അപ്പോൾ അത് മേ ഐ എന്ന് പറയുന്ന ഒരു യൂസേജ്, അത് ഏറ്റവും പൊളൈറ്റ് ആയിട്ടുള്ളതാണ്. അതിന് അടുത്തതിലേക്ക് നമുക്ക് വരാം. ഏറ്റവും കാഷ്വലായിട്ടും എന്നാൽ ഏറ്റവും മര്യാദയോടും കൂടി നമുക്ക് ചോദിക്കാവുന്നത്, ഫോർമലായിട്ടും കാഷ്വലായിട്ടും ഒരുപോലെ ചോദിക്കാവുന്ന ഒരു സാധനമാണ്, ഏറ്റവും മര്യാദയുള്ളൊരു എക്സ്പ്രഷനാണ് കുഡ് ഐ. കുഡ് ഐ, ഓക്കെ? അപ്പോൾ നമ്മൾ മര്യാദയോടെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, കുഡ് ഐ യൂസ് യുവർ പെൻ പ്ലീസ്? ഞാൻ ഇതിൻ്റെ പേന ഉപയോഗിച്ചോട്ടെ? പല രീതിയിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ വേറൊരു എക്സ്പ്രഷനാണ് ക്യാൻ ഐ? ഞാൻ ഉപയോഗിച്ചോട്ടെ, ഞാൻ ചെയ്തോട്ടെ അല്ലെ? ക്യാൻ ഐ കം വിത്ത് യു? ഞാൻ നിൻ്റെ കൂടെ വന്നോട്ടെ? ക്യാൻ ഐ കം? ഇത്രത്തോളം പൊളൈറ്റ് അല്ല, ഇത്രത്തോളം ഫോർമൽ അല്ല, കാഷ്വലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നൊരു സാധനമാണ് ക്യാൻ ഐ എന്ന് പറയുന്നത്. ഇനി ഡു യു മൈൻഡ് ഇഫ് ഐ? വേറൊരു എക്സ്പ്രഷനാണ് ഡു യു മൈൻഡ് ഇഫ് ഐ? ഞാൻ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിതൊരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസ് കാണാൻ വേണ്ടി പോകുന്നത്. അതായത് പല സാഹചര്യങ്ങളിലും നമ്മളിത് എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കും എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ യൂസേജ് ആദ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ സിറ്റുവേഷൻ, ഞാൻ നിന്റെ റൂം ഒന്ന് ഉപയോഗിച്ചോട്ടെ? ഇപ്പോൾ നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു, നമുക്ക് അത്യാവശ്യം ഒന്ന് ഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നു. അപ്പോൾ നമ്മൾ മര്യാദയോടുകൂടി അവരോട് ചോദിക്കണം അല്ലേ? അനുവാദം ചോദിക്കാതെ നമ്മളൊരു ആക്ഷനിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, ഞാൻ നിൻ്റെ മുറി ഒന്ന് ഉപയോഗിച്ചോട്ടെ? സോ ക്യാൻ ഐ യൂസ് യുവർ റൂം പ്ലീസ്? ക്യാൻ ഐ യൂസ് യുവർ റൂം പ്ലീസ്? സുഹൃത്തായതുകൊണ്ട് പ്ലീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അതൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിട്ട് അങ്ങോട്ട് പൊക്കോളും. സോ ക്യാൻ ഐ യൂസ് യുവർ റൂം? ഓക്കെ, അപ്പോൾ ക്യാൻ ഐ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സ്പ്രഷൻ കേട്ടോ. ക്യാൻ ഐ യൂസ് യുവർ റൂം? ഒരാൾ നിങ്ങളോട് ചോദിക്കുവാണ് ക്യാൻ ഐ യൂസ് യുവർ റൂം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനോട് ഒരു അനുവാദം കൊടുക്കുന്നത്? യെസ് എന്നാണോ? യെസ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, പക്ഷേ അതിനെനിക്ക് ഓക്കെയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ ഉപയോഗിച്ചോ എന്നൊക്കെ നമ്മൾ വളരെ പ്ലസൻ്റ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു എക്സ്പ്രഷൻ ഉപയോഗിക്കാം, ഷുവർ. തീർച്ചയായിട്ടും കേട്ടോ. യെസിനെക്കാട്ടിലും എത്രത്തോളം പവർഫുൾ ആണ് ഷുവർ എന്ന് നോക്കി. ക്യാൻ ഐ യൂസ് യുവർ റൂം? ഷുവർ. അതിനെന്താണ്? നീ ഉപയോഗിച്ചോ? ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. യെസ് എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഉപയോഗിച്ചോ എന്നൊരു അർത്ഥം കൂടെ അതിന് വരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ലിറ്ററൽ മീനിങ് അല്ല ഞാൻ പറഞ്ഞത്, നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്ക് അത് കൊടുക്കുന്നൊരു മെസ്സേജ്. സോ ക്യാൻ ഐ യൂസ് യുവർ റൂം? ഷ്യൂർ. ഓക്കെ, തീർച്ചയായിട്ടും എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്ത സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ തിരക്കുള്ള ഒരു ബസ്സിൽ പോകുന്നു, അല്ലെങ്കിൽ ട്രെയിനിൽ പോകുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുമ്പം 2 സീറ്റുണ്ട്, ഒരാൾ ഇരിക്കുന്നുണ്ട്, ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. നിങ്ങൾക്ക് അവിടെ ഇരിക്കണം. നമ്മൾ സാധാരണ ഇതിൽ എന്താ ചെയ്യുക? വെറുതെ പോയിരിക്കും അല്ലേ? പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അനുവാദം ചോദിച്ചിട്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മര്യാദ. അപ്പോൾ നമുക്ക് ചോദിക്കാം, എങ്ങനെ? ഞാനിവിടെ ഇരുന്നോട്ടെ? ഹൗ ഡു വി ആസ്ക് ദാറ്റ് ഇൻ ഇംഗ്ലീഷ്? ക്യാൻ ഐ സിറ്റ് ഹിയർ? എങ്ങനെ? ക്യാൻ ഐ സിറ്റ് ഹിയർ? ഞാനിവിടെ ഇരുന്നോട്ടെ? അപ്പോൾ ഇതിന് മറുപടി എന്താ അവർ പറയുക? അല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഞാൻ മുമ്പേ പറഞ്ഞു യെസ് അല്ല, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് നമുക്ക് പറയാം, നോ പ്രോബ്ലം. അതൊരു പ്രശ്നമല്ല, ഇരുന്നോ, നോ പ്രോബ്ലം എന്ന് വെച്ചാൽ ഓക്കെ, പ്രശ്നമൊന്നുമില്ല, നീ ഇരുന്നോളൂ എന്നാണ്. സോ ക്യാൻ ഐ സിറ്റ് ഹിയർ? നോ പ്രോബ്ലം. മുമ്പേ പറഞ്ഞ പോലെ ഷുവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ 2 തരത്തിലുള്ള മറുപടികൾ നമ്മൾ കണ്ടു, പോസിറ്റീവായിട്ട് കൊടുക്കാവുന്നു. സോ ക്യാൻ ഐ സിറ്റ് ഹിയർ? നോ പ്രോബ്ലം.
ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ കേട്ടോ. ഞാൻ ഇതെടുത്താലോ നിങ്ങൾക്ക് ഓക്കെ ആണോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇത് എടുത്തോട്ടെ എന്നൊക്കെ നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റുക? നമ്മൾ മുമ്പേ പറഞ്ഞു ക്യാൻ ഐ സിറ്റ് ഹിയർ, ഇവിടെ ഇരുന്നോട്ടെ എന്നാണ്. ഇതുപോലെ തന്നെ ഞാനിത് എടുത്തോട്ടെ, ക്യാൻ ഐ ടേക്ക് ഇറ്റ് എന്ന് ചോദിച്ചാൽ ഓക്കെ ആണ്. എന്നാൽ വേറൊരു എക്സ്പ്രഷനാണ് ഞാൻ പറയുന്നത്. ഞാൻ അത് എടുത്താൽ നിനക്ക് ഓക്കെ ആണല്ലോ അല്ലേ. ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ടേക്ക് ദിസ്? ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ടേക്ക് ദിസ്? ഞാനിത് എടുത്താൽ ഓക്കെ ആണോ? ഇപ്പോൾ ഒരാളുടെ അടുത്തിരിക്കുന്ന ഒരു പേനയായിരിക്കാം, ഒരു പുസ്തകമായിരിക്കാം, ആളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ടേക്ക് ദിസ്? ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ടേക്ക് ദിസ്? ഞാനിത് എടുത്താൽ ഓക്കെ ആണോ? ഇനി അതിൻ്റെ മറുപടി എന്താണ്? അപ്പോൾ നമ്മൾ പറയുന്നു അതൊന്നും കുഴപ്പമില്ലടാ, ഇത് നിന്റെ പോലെ കണക്കാക്കിക്കോ, യു ഹാവ് ദ ഫ്രീഡം അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം ഫീൽ ഫ്രീ. ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് തോന്നിക്കോട്ടെ, നീ എടുത്തോളൂ, ഒരു കുഴപ്പമില്ല, ഫീൽ ഫ്രീ എന്ന് വെച്ചാൽ നിൻ്റേതുപോലെ നീ കരുതിക്കോളൂ എന്നൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫീൽ ഫ്രീ, ഓക്കെ, ഫീൽ ഫ്രീ. ഇനി നമുക്ക് കോൺഫറൻസിൻ്റെയും അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൻ്റെ ഒക്കെ അവസാനം വരുന്ന ഒരു ടൈമുണ്ട്, Q&A ടൈം അല്ലേ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, ചോദ്യോത്തരവേള. അപ്പം പലപ്പോഴും ആളുകൾ ചോദ്യം ചോദിക്കാൻ അനുവാദം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ അവസാനം ചോദിക്കാറുണ്ട് ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ കേട്ടോ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? ക്യാൻ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ? ക്യാൻ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഓൾറൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ആൻസറിലേക്ക് പോവാണ് കേട്ടോ. കാരണം നിങ്ങൾ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ ഒരാൾ നിങ്ങളോട് ഒന്ന് ചോദിക്കുന്നു ക്യാൻ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ അല്ലേ. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടം പോലെ യൂട്യൂബേഴ്സിനൊക്കെ കാണാം, അവരൊക്കെ വന്ന് ചുമ്മാ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ തിരക്കാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയുക? ഓ നോട്ട് റൈറ്റ് നൗ പ്ലീസ്. നിങ്ങൾ നോ പറഞ്ഞ് ഒഴിവാക്കുകയല്ല ചെയ്യുന്നത്, മര്യാദയോടുകൂടി പറയുന്നു എനിക്ക് ഉത്തരം പറയാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോഴല്ല. ഓ നോട്ട് റൈറ്റ് നൗ പ്ലീസ്, ഇപ്പോഴല്ല, പിന്നെ എന്നാണ് നമ്മൾ പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ ഇത് പിന്നെ നിങ്ങൾ ഉത്തരം കൊടുക്കാമെന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് അതിന് ആൻസർ കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു അർത്ഥമാണ് അതിന് കൊടുക്കുന്നത്. കുഴപ്പമില്ല, ഏറ്റവും പൊളൈറ്റ് ആയിട്ടാണ് നമ്മൾ ഡിക്ലൈൻ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് അതിനോട് ഉത്തരം പറയാൻ താല്പര്യമുണ്ടെങ്കിലോ യെസ് യു ക്യാൻ എന്ന് പറയാം, എന്ന് വെച്ചാൽ ഓക്കെ ആണ്. അല്ലെങ്കിൽ ഷുവർ എന്ന് വെച്ചാൽ യു റിയലി ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ താല്പര്യമുണ്ട് എന്നാണ് അർത്ഥം. എന്നാൽ ഓ നോ നോട്ട് റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്ല, പിന്നീട് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, അപ്പോൾ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് നമ്മൾ കണ്ടു, ഇപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസും കണ്ടു. ഒരു രീതി കേട്ടോ, ഇതുപോലെ പല രീതികളുണ്ട്. നമുക്ക് അടുത്ത എക്സ്പ്രഷനിലേക്ക് പോകാം. അടുത്ത സിറ്റുവേഷനാണ് നമ്മൾ ഒരാളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ വേണ്ടി ചോദിക്കുന്നത്. അത് ഒരു ഓഫീസിലാണ് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ സുഹൃത്തൊന്നുമല്ല, നിങ്ങൾക്കൊരു അത്യാവശ്യം വന്നു, ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുകയാണ് ഒരു ഫോർമൽ സിറ്റുവേഷനിൽ. മുമ്പേ നമ്മൾ പറഞ്ഞു ഫോർമൽ ആണെങ്കിൽ ഏത് എക്സ്പ്രഷൻ ഉപയോഗിക്കണം? മേ ഐ. സോ മേ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ? മേ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു നോക്കിക്കോളൂ. മേ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ? ഞാൻ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോട്ടെ? ഉത്തരം പല രീതിയിൽ പറയാം. യെസ് ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. യെസ് ഓഫ് കോഴ്സ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഫീൽ ഫ്രീ, ഇത് നിൻ്റെയും കൂടെ ആണല്ലോ, അല്ലെങ്കിൽ നിനക്ക് അതിനുള്ള അധികാരം ഉണ്ടല്ലോ, ഉപയോഗിച്ചോളൂ. വളരെ സൗഹൃദപരമായിട്ടാണ് അവർ പറയുന്നത്. ഓക്കെ, യെസ് ഓഫ് കോഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ ഫോർമലാണ്, ഫീൽ ഫ്രീ എന്ന് വെച്ചാൽ കുറച്ചുകൂടി കാഷ്വൽ ആയിട്ടാണ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉടലെടുക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. സോ മേ ഐ യൂസ് ഈ കമ്പ്യൂട്ടർ ഓഫ് കോഴ്സ്, അല്ലെങ്കിൽ ഫീൽ ഫ്രീ. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ എക്സ്പ്രഷൻ മേ ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ. നമ്മൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കയറി വന്നോട്ടെ, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ക്യാബിനിലേക്ക് ഞാൻ കയറി വന്നോട്ടെ എന്ന് നമ്മൾ ചോദിക്കുന്നു. തികച്ചും ഫോർമലാണ്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? മേ ഐ കം ഇൻ, മേ ഐ കം ഇൻ, ഞാൻ ദയവായി ഉള്ളിലേക്ക് വന്നോട്ടെ, മേ ഐ കം ഇൻ, മേ ഐ കം ഇൻ. ഓൾറൈറ്റ്. ഈ മേ കം ഇൻ എങ്ങനെയാണ് റെസ്പോൺസ്? ദ റൈറ്റ് എക്സ്പ്രഷൻ ഈസ് യെസ് യു മേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ളിലേക്ക് വരാം, യെസ് യു മേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം പ്ലീസ് കം ഇൻ. നിങ്ങൾ കുറച്ചുകൂടി ഒരു പൊളൈറ്റ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാം. തികച്ചും ഫോർമൽ ആക്കണ്ട, കുറച്ചുകൂടി നമുക്കൊരു ഫ്രീഡം കൊടുക്കാം. യെസ് പ്ലീസ് അല്ലെങ്കിൽ പ്ലീസ് കം ഇൻ. കണ്ടോ, നമ്മൾ ആ ഫോർമാലിറ്റി വിട്ട് കുറച്ചുകൂടി ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറുവാണ്. ഓൾറൈറ്റ്, ബിക്കോസ് നമ്മൾ ആ വരുന്ന ആളെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സോ യെസ് യു മേ അല്ലെങ്കിൽ പ്ലീസ് കം ഇൻ. ഓൾറൈറ്റ്. അടുത്ത സിറ്റുവേഷനാണ് ഞാൻ നിന്റെ ബുക്ക് ഒന്ന് നോക്കിക്കോട്ടെ, ഞാൻ നിന്റെ ബുക്ക് ഒന്ന് നോക്കിക്കോട്ടെ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ക്യാൻ ഐ ടേക്ക് എ ലുക്ക് അറ്റ് യുവർ ബുക്ക്? ക്യാൻ ഐ ടേക്ക് എ ലുക്ക് അറ്റ് യുവർ ബുക്ക്? ഞാൻ നിന്റെ ബുക്ക് ഒന്ന് നോക്കിക്കോട്ടെ, ക്യാൻ ഐ ടേക്ക് എ ലുക്ക് അറ്റ് യുവർ ബുക്ക്? എന്നാൽ ഇവിടെ ഞാനത് ആഗ്രഹിക്കുന്നില്ല, കാരണം അതിൻ്റെ ഒരു പേഴ്സണൽ ഡയറിയാണ്. ഞാൻ കുറേ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അവന് നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ മറുപടി കൊടുക്കുക? I'm going to teach you a standard expression for that. പെർമിഷൻസ് ഒക്കെ ഡിക്ലൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. I'm afraid but you can't.
I'm afraid. I'm afraid എന്ന് വെച്ചാൽ എനിക്ക് പേടിയാണെന്ന് നല്ല അർത്ഥം കേട്ടോ. I'm sorry എന്നുള്ളതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. അയ്യോ സോറി കേട്ടോ, പറ്റില്ല കേട്ടോ, അയ്യോ എനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട് നടക്കില്ല എന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു വാക്കാണ് I'm afraid but you can't. സോറി അത് പറ്റില്ല കേട്ടോ എന്ന് നമ്മൾ വളരെ പൊളൈറ്റായിട്ട് പറയുകയാണ്. എന്നാൽ ഇയാൾ ചോദിക്കുമ്പോൾ നോ യു കാണ്ട് എന്ന് വെച്ചാലോ അത് ഭയങ്കര നെഗറ്റീവാണ്, അത് അയാളെ ഹേർട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് ഉപയോഗിക്കാൻ പഠിക്കാം. I'm afraid you can't. I'm afraid you can't. സോറി നിനക്കത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. I'm afraid എന്ന് പറയുന്നത് സോറി വേണമെങ്കിൽ ഉപയോഗിക്കാം. I'm afraid is a very സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഫോർ ദ സെയിം ഇൻ ഇംഗ്ലീഷ്. ഇനി അടുത്തത് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞിരുന്നു, may ഉണ്ട്, can I ഉണ്ട്, could I ഉണ്ട്, അതിൻ്റെ ഒപ്പം do you mind. ഡു യു മൈൻഡ്. ഓക്കെ, ഈ എക്സ്പ്രഷനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ടി വിയുടെ വോളിയം ഒന്ന് കുറച്ചുകൊണ്ട് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ, നിനക്ക് ബുദ്ധിമുട്ടാവോ എന്ന് നമ്മൾ ചോദിക്കുന്നു. എങ്ങനെയാണ് ഇംഗ്ലീഷ് ചോദിക്കുക? ഡു യു മൈൻഡ് ഇഫ് ഐ ടേൺ ഡൗൺ ദ ടി വി. ടേൺ ഡൗൺ എന്ന് വെച്ചാൽ വോളിയം കുറയ്ക്കാന്നാണ് കേട്ടോ അതിന് ഉള്ള എക്സ്പ്രഷൻ. സോ ഡു യു മൈൻഡ് ഇഫ് ഐ ടേൺ ഡൗൺ ദ ടി വി. ഞാൻ ടി വിയുടെ വോളിയം ഒന്ന് കുറയ്ക്കുന്നതുകൊണ്ട് നിനക്ക് വിരോധമുണ്ടോ? ഓക്കെ, ഇതിനെങ്ങനെയാണ് റെസ്പോൺസ് കൊടുക്കുക? ഈ എക്സ്പ്രഷൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഡു യു മൈൻഡ് ഇഫ് ഐ ടേൺ ഡൗൺ ദ ടി വി. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇട്ടോളൂ. എന്തായാലും നിങ്ങളൊരു ആൻസർ ഇടണം, എന്നിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത്. ഇട്ടോ? ഓൾറൈറ്റ്, ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇടണം. ഹിയർ വി ഗോ. ഐ ഡോണ്ട് മൈൻഡ്. ഇതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഡു യു മൈൻഡ് ഇഫ് ഐ ടേൺ ഡൗൺ ദ ടി വി? ഐ ഡോണ്ട് മൈൻഡ്. അല്ലെങ്കിൽ നോ ഐ ഡോണ്ട് മൈൻഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഐ ഡോണ്ട് മൈൻഡ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ. ഐ ഡോണ്ട് മൈൻഡ് എന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ കുറച്ചോളൂ, പ്രശ്നമില്ല, ഞാൻ അത് ശ്രദ്ധിക്കുന്നില്ല, ഞാൻ മൊബൈൽ നോക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. സോ നോ ഐ ഡോണ്ട് മൈൻഡ്. നിങ്ങൾ ഉത്തരം കറക്റ്റ് ആണെങ്കിൽ വെരി ഗുഡ്, ഇല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. ഓൾറൈറ്റ്, ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഡു യു മൈൻഡ് ഉപയോഗിച്ച് നമ്മൾ ചോദിക്കുന്നു, ഞാൻ നിൻ്റെ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ യൂസ് യുവർ ഫോൺ? ഡു യു മൈൻഡ് ഇഫ് ഐ യൂസ് യുവർ ഫോൺ? ഞാൻ നിൻ്റെ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് നിനക്ക് വിരോധമുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ യൂസ് യുവർ ഫോൺ? അപ്പോൾ ഇതിന് നമ്മൾ നോ പറയാൻ ആഗ്രഹിക്കുന്നു. അത് മുമ്പേ പറഞ്ഞതുപോലെ ഐ ഡോണ്ട് മൈൻഡ് എന്നല്ല, അതൊക്കെയാണ്, പെർഫെക്റ്റ് ആണ്. പക്ഷെ നമ്മൾ വേറൊരു രീതി നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. സോ ഹൗ ഡു വി സേ ദാറ്റ്? നമ്മൾ ഇങ്ങനെ ഉത്തരം പറയും. I'm sorry, I'm expecting an important call. I'm sorry, I'm expecting an important call. നിനക്ക് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ചിലപ്പോൾ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും നമ്മൾ പറയുന്നു നിനക്ക് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കോള് വരാനുണ്ട്, ഞാൻ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നിനക്ക് വന്ന് ചിലപ്പോൾ കോള് മിസ്സാവും, അതുകൊണ്ട് തരാൻ പറ്റില്ല. സോ എങ്ങനെയാണ് പറയുന്നത്? I'm sorry, I'm expecting an important call. കേട്ടോ, പൊളൈറ്റായിട്ട് നമ്മൾ ഡിക്ലൈൻ ചെയ്യുവാണ് ആ പെർമിഷൻ. അവന് അനുവാദം ചോദിക്കുന്നു, നമ്മൾ പൊളൈറ്റായിട്ട് നോ പറയുന്നു ആ സിറ്റുവേഷനോട്. ഇനി നമ്മൾ 10ാമത്തെ സിറ്റുവേഷൻ കാണാൻ പോവാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വുഡ് ലൈക്ക് ടു സ്മോക്ക്. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വുഡ് ലൈക്ക് ടു സ്മോക്ക്. നിനക്ക് വിരോധമുണ്ടെങ്കിൽ എനിക്കൊന്ന് സിഗരറ്റ് വലിക്കാൻ ആഗ്രഹമുണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കറിയാലോ, പബ്ലിക് പ്ലേസസിൽ ഇത് പ്രൊഹിബിറ്റഡ് ആണ്, അനുവദനീയമല്ല. എന്നാലും ഒരാളെ ഇരിക്കുന്നുള്ളൂ, അപ്പം നമ്മളൊന്ന് അനുവാദം ചോദിക്കുകയാണ്. നിനക്ക് വിരോധമില്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വുഡ് ലൈക്ക് ടു സ്മോക്ക്, എനിക്കൊന്ന് സിഗരറ്റ് വലിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് വിൽ ഹാവ് ടു ഡിക്ലൈൻ, അല്ലേ? നമ്മൾ അനുവാദം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ അനുവദനീയമല്ല. സോ ഹൗ ഡു വി സേ ദാറ്റ് ഇൻ ഇംഗ്ലീഷ്? സോറി യു ആർ നോട്ട് പെർമിറ്റഡ്. അത് അനുവദനീയമല്ല. അപ്പോൾ നിങ്ങൾ മെട്രോയിൽ ട്രാവൽ ചെയ്യുവാണ്, അവിടെ അനുവദനീയമല്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു സോറി യു ആർ നോട്ട് പെർമിറ്റഡ്, അത് അനുവദനീയമല്ല. നിങ്ങൾ അനുവാദം കൊടുക്കാത്തതല്ല, പക്ഷേ അവിടെ അത് പെർമിറ്റഡ് അല്ല, അനുവദനീയമല്ല എന്നാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. സോറി യു ആർ നോട്ട് പെർമിറ്റഡ്. സോറി യു ആർ നോട്ട് പെർമിറ്റഡ്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അത് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു നേറ്റീവ് സ്പീക്കർ സംസാരിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. ഞാൻ മുമ്പേ ക്യാൻ, കുഡ്, മേ ഇതിനൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഇത്. So I'm going to tell you that. I wonder if I could borrow your car for a few days. I wonder if I could borrow your car for a few days. നീ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് നിന്റെ കാറും തരാമോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം നമ്മൾ പറയുവാണ്, ഈ അങ്ങനെ തന്നിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ തരുമോ, ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും മലയാളത്തിലേക്ക് എക്സാക്ട്ലി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കി ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ്. I wonder if I could borrow your car for a few days. ഓക്കെ, നിന്റെ കാറ് കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിച്ചോട്ടെ, ഇതാണ് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഐ വണ്ടർ വളരെ നല്ലൊരു എക്സ്പ്രഷനാണ്, നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഐ വണ്ടർ ഉണ്ട്, ഐ വാസ് വണ്ടറിങ് എന്ന് നമുക്ക് പറയാം. ഐ വാസ് വണ്ടറിങ് ഇഫ് ഐ കുഡ് യൂസ് യുവർ കാർ ഫോർ എ ഫ്യൂ ഡേയ്സ്. കേട്ടോ, സിമിലർ ആയിട്ടുള്ള വേറൊരു എക്സ്പ്രഷനാണ്. അത് കുറച്ച് ദിവസത്തേക്ക് നിന്റെ കാർ ഞാനൊന്ന് ഉപയോഗിച്ചോട്ടെ. ഐ വാസ് വണ്ടറിങ്. ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? ഐ വണ്ടർ ഇഫ് ഐ കുഡ് ബോറോ യുവർ കാർ ഫോർ എ ഫ്യൂ ഡേയ്സ്. ഇനി അതിന് മറുപടിയിലേക്ക് പോയാലോ?
I'm sorry, but it's not possible. ക്ഷമിക്കണം, അത് സാധ്യമല്ല കേട്ടോ, എനിക്ക് വേറെ പരിപാടികളുണ്ട്, അല്ലെങ്കിൽ തരാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയുന്നു. ഐ എം സോറി, ക്ഷമിക്കണം. അവിടെ എപ്പോഴും ഒരു സോറി ഉണ്ട്. അതായത് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. ബട്ട് ദാറ്റ്സ് നോട്ട് പോസിബിൾ, അത് സാധ്യമല്ല. ഐ എം സോറി, ബട്ട് ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഇനി നമ്മൾ ലാസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ നിൻ്റെ ഫോൺ ഉപയോഗിച്ചാൽ നിനക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ? നമ്മൾ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയിൽ കാണുന്ന ഒരു സെനാരിയോ ഉണ്ട്. അതായത് തിലകൻ അവർ വീട്ടിൽ ചെല്ലുമ്പം അവർ വന്ന് ചോദിക്കുന്ന ഡയലോഗാണ്, ഒരു ചായ എടുത്താൽ ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നത്. അതുപോലെയാണ്, ഞാൻ നിൻ്റെ ഫോൺ ഉപയോഗിച്ചാൽ നിനക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? ഈ രീതിയിലാണ് അടുത്ത എക്സ്പ്രഷൻ വരുന്നത്. നമുക്ക് നോക്കാം എക്സ്പ്രഷൻ. വുഡ് ഇറ്റ് ബി ഓൾ റൈറ്റ് ഇഫ് ഐ ബോറോഡ് യുവർ ഫോൺ? ഞാൻ നിൻ്റെ ഫോൺ കടം മേടിച്ചാൽ വിരോധം ആവില്ലല്ലോ അല്ലേ? വുഡ് ഇറ്റ് ബി ഓൾ റൈറ്റ് ഇഫ് ഐ ബോറോഡ് യുവർ ഫോൺ? Would it be all right if I borrowed എന്നാണ് വരുന്നത് കേട്ടോ. ബോറോ എന്നല്ല, borrowed your phone. Would it be all right if I borrowed your phone? അതിൻ്റെ ആൻസർ എങ്ങനെയാണ്? Yes, that's fine, here you go. അതായത് ഒരു കുഴപ്പമില്ല, ഇന്ന എന്ന് നമ്മൾ പറയില്ലേ, ഇതാ എന്ന് പറയില്ലേ, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് here you go. Here you go. Yes, that's fine, here you go. ഇതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. Yes, that's fine, here you go. നമ്മൾ പറഞ്ഞ പോലെ ഇതാ, ഇന്ന എന്നൊക്കെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നു ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച്. യെസ്, ദാറ്റ്സ് ഫൈൻ, ഹിയർ യു ഗോ. അപ്പോൾ നമ്മളിന്ന് കണ്ടത് ഏകദേശം 12ഓളം സിറ്റുവേഷൻസും 3-4 പ്രധാന എക്സ്പ്രഷൻസും 3-4 പോസിറ്റീവ് റെസ്പോൺസസും 3-4 നെഗറ്റീവ് റെസ്പോൺസസ് ഒക്കെയാണ്. അതായത് അനുവാദം ചോദിക്കാനും അനുവാദം തിരസ്കരിക്കാനും അനുവാദം കൊടുക്കാനും നമുക്ക് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷൻസ് ആണ് ഇതൊക്കെ ഇംഗ്ലീഷിൽ. അപ്പോൾ ഇനി നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ആളുകളുമായിട്ട് സംസാരിച്ച് തുടങ്ങാം. അതിനൊപ്പം ഇങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇഫ് യു വാണ്ട് എൻ എക്സ്പേർട്ട് ടു സപ്പോർട്ട് യു, നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ യാത്രയിൽ ഒരു എക്സ്പേർട്ടിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ആക്സെൻ്റയിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്കുള്ള വിവിധ തരം ഇംഗ്ലീഷ് കോഴ്സസ് ഉണ്ട്, IELTS ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഡെഫിനറ്റായിട്ട് കോൺടാക്ട് ചെയ്ത് പ്രോഗ്രാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നേടാം. നമ്മുടെ ട്രെയിനേഴ്സ് എപ്പോഴും റെഡിയാണ് നിങ്ങൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ. സോ കീപ് ലേണിംഗ് ഇംഗ്ലീഷ്, കീപ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പീപ്പിൾ ഇൻ ഇംഗ്ലീഷ്. എല്ലാവർക്കും എല്ലാ ആശംസകളും. ഐ സീ യു സൂൺ. താങ്ക് യു.